ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേദാക്ഷ ലൈഫ് സ്റ്റൈൽ ബൈ വീണ. ഗായ്സ്, കുറച്ചധികം ദിവസമായി ഞാനൊരു മിനി വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഒരു മിനി വ്ളോഗ് ആയാലോ നമുക്ക്. രാവിലെ തന്നെ നല്ല വെയിലാണ്. ആ വെയിലിൻ്റെ ഭംഗിയിൽ എൻ്റെ ചെടികളൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. ആ ഭംഗിയിൽ ഞാനങ്ങ് കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു പോയി. കുറച്ചായി കൃഷി ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറി തൈയൊക്കെ മേടിച്ച് അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ചാരും ലച്ചും ഹസ്ബൻഡും ഒന്നും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് നേരം പുറത്തിറങ്ങി നിന്നു. പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടും വാഴ, പച്ചപ്പ്, പിന്നെന്താ എൻ്റെ ചെടികൾ, അങ്ങനെ അതൊക്കെ നോക്കി ഈ വെയിലിൻ്റെ ഭംഗിയിൽ ഒരുപാട് നേരം പുറത്ത് നിന്നിട്ടാണ് ഞാൻ പോയത്. ലച്ചു ചാരും ഒന്നും എണീറ്റിട്ടില്ല. അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡിയാക്കി. ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അവരെണീക്കുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും എൻ്റെ 2 മക്കൾ എണീറ്റു. ഇന്ന് രണ്ടുപേരും നല്ല സന്തോഷത്തിലാട്ടോ. ലച്ചു പ്രത്യേകിച്ച്, ഇന്ന് ഞായറാഴ്ചയില്ലേ, ക്ലാസ് ഒന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് വേറെ തന്നെ കേട്ടോ. ചാരുമോൾ പിന്നെ അവളുടെ അച്ഛൻ്റെ കൂടെ പുറത്തിറങ്ങിയിരുന്ന് കളിയായി. അതിനുശേഷം അവർ പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് ഹസ്ബൻഡ് ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വർക്കിലേക്ക് കടന്നു. എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും അതിൻ്റെ ഓർഡർ എടുക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. സൺഡേ നമുക്ക് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ ഓർഡർ എടുക്കൽ അധികമൊന്നുമില്ല. എമർജൻസി ആണെങ്കിൽ മാത്രമേ നമ്മൾ സൺഡേ ഓർഡർ എടുക്കാറുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വെയിലൊക്കെ പോയി മഴയായി. ചില കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ ഓർഡർ കിട്ടണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സൺഡേ ആണെന്നൊന്നും നോക്കാറില്ല. സൺഡേ നമ്മൾ ഓർഡർ പ്ലേസ്. പിന്നെ നമുക്കൊരു ഓർഡർ എടുക്കാനുണ്ടായിരുന്നു, അവർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു, കസ്റ്റമേഴ്സിന് ഫോട്ടോസ് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികൾ. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ചേട്ടൻ ഈവനിങ് പെട്ടെന്ന് വന്നു. അപ്പോൾ പിന്നെ മക്കളെയും കൊണ്ട് ഞങ്ങൾ പാർക്കിൽ പോയി. അതെല്ലാ ആഴ്ചയുള്ളതാണ്, അവർക്കൊരു സന്തോഷമാണല്ലോ പാർക്കിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൂമല ഡാമിലോട്ടൊന്ന് പോയത്. കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾ പാർക്കിലായിരുന്നു പോയിരുന്നത്. ഇന്ന് ഞങ്ങൾ ഡാമിൽ പോയി. ഡാമിൽ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോഴേക്കും ഇരുട്ടായി. എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിൽ പോയി. കുട്ടികൾക്ക് ഒരേ വാശി പാർക്കിൽ പോകണം. അങ്ങനെ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇന്ന് എനിക്ക് റെസ്റ്റ് ആട്ടോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് മക്കളെ നോക്കുന്നത്. പാവം അവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ. ഒന്നും ഇരിക്കാനും കൂടി സമയം കിട്ടിയില്ല. അവരുടെ പിന്നാലെ തന്നെ ഓരോ സാധനത്തിലും കയറ്റിയിട്ട് അവരെ കറക്കുക, ഊഞ്ഞാലായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആൾക്ക് അവരുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടം വേറെ ഒന്നുമില്ല. അപ്പോൾ ആളും ഒരു കുട്ടികളുടെ സ്വഭാവമായിട്ട് മാറും. ചാരുവിന് ഈ ഊഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. അവൾ അതിനെ എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോലീസുകാർ ഞങ്ങളോട് അവിടുന്ന് പോകാൻ പറഞ്ഞു. ഇരുട്ടായില്ലേ ഒരുപാട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് പോയി. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.